ഹീറ്റിനെ കുറിച്ചിട്ടുള്ളത് അതിൻ്റെ ലോസും പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ. അതിന് മുന്നേ ഒരു സർക്യൂട്ട് നമുക്ക് നോക്കാം. ഈ സർക്യൂട്ടിൽ 2 ബൾബ് ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നേരെ കൊടുത്തിട്ടുണ്ട്, അതിന് പാരലാക്കിയിട്ട് ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ബൾബിൽ 2 ഒരേ വോൾട്ടേജിലാണ് കത്താൻ. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കറണ്ട് 2 ഭാഗത്തേക്കായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഹീറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ ലോസ് ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് പറയാൻ പോകുന്നതാണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ നിക്രോം അവിടെ റെസിസ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നതാണ് അടുത്തത്. അതിന് മുന്നേ ഫസ്റ്റ് ഒരു സർക്യൂട്ട് നോക്കാം. ഒരു ബൾബ് B1, ഒരു ബൾബ് B2, വോൾട്ടേജ് V, സ്വിച്ച്. ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വോൾട്ടേജ് പോകുമ്പോൾ ഈ കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഒരേ അളവിൽ സ്പ്ലിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ B1ലും B2ലും ഒരേ അളവിലേക്കും ബൾബ് കത്താം. ഓക്കെ, അപ്പോൾ പാരലാക്കിയിട്ടാണ് ഈ ബൾബ് രണ്ടും ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൾബിൽ 2ലും ഒരേ അമൗണ്ടിൽ എനർജി വരും, ഒരേ അമൗണ്ടിൽ തന്നെ ബൾബ് കത്തുകയും ചെയ്യും. അപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് ഈ ബൾബ് ഈ സീരീസിലാക്കി വെക്കുന്നതാണ്. നേരത്തെ പാരലാക്കി വെച്ചപ്പോൾ കറണ്ട് കറക്റ്റായിട്ട് മുറിഞ്ഞുപോയി. ഇപ്പോൾ കറണ്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് ഇതിലേ പോകും. ബൾബ് നല്ല ബ്രൈറ്റായിട്ട് കത്തും, നല്ല ഇൻറ്റൻസിറ്റിയിൽ കത്തും. ഇവിടെ നിങ്ങളുടെ തിരിച്ച് പോകുന്ന വോൾട്ടേജിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കുറയും. പിന്നെ വോൾട്ടേജ് ഇങ്ങനെ തന്നെ വരും, കറണ്ടിൻ്റെ അമൗണ്ട് സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഫസ്റ്റ് B1 നല്ല ബ്രൈറ്റായിട്ട് കത്തുകയും B2 കുറച്ചൊരു ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടാണ് കത്താം. അപ്പം സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കറണ്ട് പോകുമ്പോൾ ഫസ്റ്റത്തെ ബൾബ് നല്ല ഇൻറ്റൻസിറ്റി കത്തും, രണ്ടാമത്തെ ബൾബ് ചെറിയൊരു ഇൻറ്റൻസിറ്റിയിലേ കത്തുള്ളൂ. ഓക്കെ, അത് ഫസ്റ്റ് ഇവിടെ റെസിസ്റ്റൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഈ എല്ലാ ഒരു സർക്യൂട്ടിലും എന്തെങ്കിലും ഒരു ബൾബോ അല്ലെങ്കിൽ എന്തൊരു ഇൻഡക്ടറോ എന്തെങ്കിലും ഒരു നിക്രോമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ബൾബ് ഫസ്റ്റത്തെ റെസിസ്റ്റൻസ് R1 ആയിട്ട് ആക്ട് ചെയ്ത്, പിന്നെ അടുത്ത് വരുന്ന റെസിസ്റ്റൻസ് R2 ആയിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ റെസിസ്റ്റൻസ് കാരണം റെസിസ്റ്റൻസ് പറഞ്ഞാൽ മറ്റേ വോൾട്ടേജ് ഉണ്ടാകുന്ന ഒരു തരം തള്ളലാണ്. ബാക്കിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചൊരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്തുമ്പോൾ ആ ഇൻറ്റൻസിറ്റിയിൽ കുറവുണ്ടാവും. നേരെ മറിച്ച് പാരലിലേക്ക് വരികയാണെങ്കിൽ പാരലിൽ ഫസ്റ്റ് കറണ്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ അമൗണ്ടിലാണ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരേ ബൾബിൽ ഒരേ ഇൻറ്റൻസിറ്റി കത്തും ചെയ്യും, അതേമാതിരി തന്നെ ഒരേ ഇൻറ്റൻസിറ്റിയിൽ ഇവിടെ കത്തും ചെയ്യും. ഓക്കെ, അപ്പോൾ പാരലിൽ വെച്ച് കഴിഞ്ഞാൽ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഫസ്റ്റത്തെ ബൾബിൽ നല്ല ഇൻറ്റൻസിറ്റി, രണ്ടാമത്തേൽ കുറയും, മൂന്നാമത്തേൽ അങ്ങനെ കുറഞ്ഞു പോകും. പക്ഷെ പാരലിൽ ഇങ്ങനെ താഴ്ത്തേക്ക് എത്ര വെച്ചാലും സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് സീരീസ് കണക്ഷൻ. അതിൽ 2 റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ ബൾബിൽ പകർപ്പോൾ റെസിസ്റ്റൻസ് ആക്കിയിട്ട് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൾബിൽ പകർപ്പോൾ റെസിസ്റ്റൻസ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് R1 R2 ഫസ്റ്റ് ഇതിലൂടെ കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇതിലൂടെ പോണ വോൾട്ടേജ് ഒന്നാണ്, V1 ഫസ്റ്റത്തെ വോൾട്ടേജാണ്. പിന്നെ ഇതിലൂടെ പോകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞില്ലേ, അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് മാറി, ഇപ്പോൾ ഇവിടുത്തെ V2. നമുക്കറിയാം ഓംസിന്റെ പ്രകാരം V = IR. ഓക്കെ, V = IR. പിന്നെ ഇതിന് തിരിച്ചു പോണ വോൾട്ടേജ് ആണ് V1 + V2 = V. ഇതിലെ ടോട്ടൽ വോൾട്ടേജ് V = V1 + V2 ആണ്. അപ്പം V = V1 + V2. ഫസ്റ്റത്തെ വോൾട്ടേജ് V1, റെസിസ്റ്റൻസ് R1, കറണ്ട് സെയിം ആണ്, 2 സെൽഫും കറണ്ട് സെയിം ആണ്. അപ്പം V = V1 + V2. V1 എത്ര? V1 = I × R1. ഫസ്റ്റത്തെ ഇതിലുള്ള വോൾട്ടേജ് പറഞ്ഞാൽ I കറണ്ടിലുള്ള സെയിം ആണ്. അപ്പോൾ I × R1 ഫസ്റ്റത്തെ റെസിസ്റ്റൻസ് ബൈ ഓംസിലോ, ഇത് ഓംസിലോ ബേസിലാണ്. ഇനി അടുത്ത V2 = I × R2. ഓക്കെ, ഇനി അടുത്ത് V = V1 V2 ഇതിൽ കൊടുക്കുക, I × R1 + I × R2. ഓക്കെ, V = I × R1 + I × R2. V എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്നിട്ട് IR ആണ്. IR = ഇതിന് I പുറത്തേക്ക് എടുക്കാം, R1 + R2. I ക്യാൻസൽ ആക്കാം, അല്ലെങ്കിൽ I താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ I ക്യാൻസൽ ആയി പറഞ്ഞാവും.
അപ്പോൾ ടോട്ടൽ ആർ എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 R1 പ്ലസ് ഇതിലുള്ള സീരീസിലുള്ള റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര കാണാൻ വേണ്ടി ഇതിലുള്ള R1 പ്ലസ് R2 ചെയ്താൽ മതി. ഇനി R3 R4 അങ്ങനെ n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് Rn വരെ ചെയ്താൽ മതി. അടുത്ത ടോപ്പിക്കാണ് പാരലൽ കണക്ഷൻ. നേരത്തെ സീരീസ് കണക്ഷൻ കഴിഞ്ഞ് പാരലൽ കണക്ഷൻ. നേരത്തെ ബൾബ് കൊടുത്തതിന് നമ്മൾ പാരലൽ ആക്കിയിട്ട് മുകളിലും താഴ്ത്തേക്കിട്ട് അതിന് ബൾബിന് പകരപ്പെടുക്കാൻ പോകുന്നത് റെസിസ്റ്റൻസ് R1 R2 ആക്കിയിട്ട് നേരത്തെ പറഞ്ഞ കറണ്ട് ഇങ്ങനെ പോകും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ സ്പ്ലിറ്റ് ആവും. I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ആണ് സെയിം ആണ്. R1നും R2നും വോൾട്ടേജ് ആണ് ചെയ്യുന്നത്, കറണ്ട് ആണ് മാറുന്നത്. നേരത്തെ സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ആണ് മാറുന്നത്, കറണ്ട് മാറുന്നില്ല. ഇവിടെ കറണ്ട് ആണ് മാറുന്നത്, വോൾട്ടേജ് മാറുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് മാറുന്നത് കറണ്ട് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണം. രണ്ട് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇനി മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മൂന്നെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ രണ്ട് കറണ്ട് ആയതുകൊണ്ട് I1 I2 പ്ലസ് I2 I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി ഓംസ് ലോ ഉപയോഗിക്കാൻ പോകുന്നിടത്ത് I equal to V by R. Okay, I1 equal to V by R1. First the resistance current I1 equal to V. Voltage രണ്ടിലെ സെയിം ആണ്. അപ്പോൾ V by R1 ഫസ്റ്റ് റെസിസ്റ്റൻസ് ഓംസ് ലോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ I2 equal to V by R2. Okay, I1 equal to V by R1, I2 equal to V by R2. ഇനി നമ്മൾ ഇതിൽ കൊടുക്കാൻ പോവാം. ടോട്ടൽ I equal to V by R1 plus V by R2. നേരത്തെ I equal to I1 plus I2. ഇവിടെ I1 എന്ന് പറഞ്ഞാൽ V by R1, I2 എന്ന് പറഞ്ഞാൽ V by R2. ഇനി I എന്ന് പറഞ്ഞാൽ V by R. V by R equal to V by R1 plus V by R2. ഇവിടുന്ന് V പുറത്തേക്ക് എടുക്കാം. അപ്പോൾ V by R equal to V പുറത്തേക്ക് എടുത്താൽ 1 by R1 plus 1 by R2. ഓക്കെ, ഇനി Vയും ക്യാൻസൽ ചെയ്യാം. 1 by R is equal to 1 by R1 plus 1 by R2. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 1 by R equal to 1 by R1 plus 1 by R2. നമുക്ക് വേണ്ടിയത് R ആണ്. അതിന് മുന്നേ ഫസ്റ്റ് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 by R equal to 1 into R2 1 into R1 plus R1 by R1 into R2 into R2. അപ്പോൾ 1 by R ആണ് R2 plus R1 by R1 R2. നമുക്ക് വേണ്ടിയത് R ആണ്. ഇതിന് നേരെ തിരിച്ചിട്ടാ 1 by R നേരെ തിരിച്ചിട്ടാൽ R ആയി. അപ്പോൾ ഇതും തിരിച്ചിടാം. LHS തിരിച്ചിട്ടാൽ RHS തിരിച്ചിടാം. R1 R2 divided by R1 plus R2 എന്നാവും. ഇതാണ് സീരീസ് പാരലലിൽ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കാണാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം.